അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ചാനലിൽ വളരെ വിചിത്രമായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കാണാനിടയായി. ഇന്ന് ലോകത്ത് 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏക ആഗോള ഇസ്ലാമിക പ്രസ്ഥാനമായ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും അതുപോലെ തന്നെ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് വെച്ചു പുലർത്തുന്ന വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തോട് സാമ്യമുള്ളതാണെന്നും പൊതുജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനു വേണ്ടി ബോധപൂർവം ശ്രമം നടത്തിയതായിട്ട് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം സമീപനങ്ങൾ ഇസ്ലാമികമായോ ധാർമ്മികമായോ ശരിയല്ലാത്തതാണ് എന്ന് ഏതൊരാൾക്കും അറിയാവുന്നതാണ്. ഇവിടെ വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് എന്നും ധാർമ്മികതയും സത്യസന്ധതയുമാണ് തങ്ങളുടെ മുഖമുദ്ര എന്നും ഫാക്റ്റുകളും യാഥാർത്ഥ്യങ്ങളും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങൾ സംസാരിക്കാറുള്ളത് എന്ന് വാദിക്കുന്നവർ ഇത്തരം സമീപനങ്ങൾ എടുക്കുകയും അത് തങ്ങളുടെ ചാനലുകളിലൂടെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരു സമീപനം അഹ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർക്കെതിരിൽ ഇത്തരത്തിലുള്ളൊരു സമീപനം എടുക്കുകയും അതിന് ഞങ്ങൾ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അല്ലെങ്കിൽ തികച്ചും മാറി നിന്നുകൊണ്ട് അഹ്മദിയ ജമാഅത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ അഹ്മദിയ ജമാഅത്തിൻ്റെ വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ സമർപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വ്യത്യസ്തമായ വിശ്വാസങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ പ്രബലമായ മതങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവൽ മരണ പ്രശ്നം എന്ന് പറയുന്നത്. ഹസ്രത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ജൂതന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത്, യഹൂദികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നഊദുബില്ല കള്ളപ്രവാചകനായിരുന്നു, വ്യാജവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മതഗ്രന്ഥമനുസരിച്ച് അദ്ദേഹം കള്ളപ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തെ നഊദുബില്ല കുരിശിൽ തറച്ച് ഞങ്ങൾ കൊന്നിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ശാപത്തിന് പാത്രീഭൂതനായിരിക്കുന്നു എന്ന് യഹൂദികൾ വിശ്വസിക്കുകയും തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മസീഹിനെ മിശിഹയെ ഇന്നും യഹൂദികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ പറയുന്നത് അത് ഈസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്, മറിയമിലൂടെ ജന്മമെടുത്ത് മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ച് പാപത്തിന് മനുഷ്യൻ്റെ തലമുറകളായിട്ടുള്ള പാപത്തിന് പരിഹാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം, പൊതുവിൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് പറയുന്നത്. മറുഭാഗത്ത് മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഈസാ നബി എന്ന് പറയുന്ന ബനി ഇസ്രായേലർക്കായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, റസൂലൻ ഇലാ ബനി ഇസ്രായേൽ എന്ന് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ബനി ഇസ്രായേലർക്കായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈസാ നബി ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിക്കും. അദ്ദേഹത്തെ കുരിശിലേറ്റാതെ അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നു പോവുകയും ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേലിയർക്കായി നിയോഗിക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ആകാശത്ത് ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആൻ്റെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്തിൻ്റെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്ന സഹീഹായ ഒരു ഹദീസിൻ്റെയോ പിന്തുണയില്ല. മറിച്ച് തികച്ചും ബുദ്ധിശൂന്യമായ ഒരു വിശ്വാസം, നിരർത്ഥകമായ ഒരു വിശ്വാസമാണ് മുസ്ലിം ലോകം, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഇന്ന് വെച്ചു പുലർത്തുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു കാര്യം, ഈ കേവല യുക്തിക്കും വിശുദ്ധ ഖുർആനും
തിരു ഹദീസിനും തിരു സുന്നത്തിനുമൊക്കെ വിരുദ്ധമായ ഒരു കാര്യം വിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നത് എന്ന് ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് 100 വർഷമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ്റെയും തിരുഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ കാര്യം തെളിയിക്കൂ എന്ന് മുഴു ലോകത്തെയും വെല്ലുവിളിച്ചിട്ടുണ്ട്. മുസ്ലിം ലോകത്തിൽ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന എല്ലാവരെയും വെച്ച് പുലർത്തുകയും എല്ലാവരോടും ഈ വിശ്വാസത്തെക്കുറിച്ച് ചാലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നേ വരെ ആരും തന്നെ ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലെ യുവതലമുറ ഈ വെല്ലുവിളി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ അവരെ ഈ അവസരത്തിൽ ഞാൻ വെല്ലുവിളിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയും ആരാണ് ചാണിന് ചാണും മുഴത്തിനു മുഴവുമായി പിൻപറ്റുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കുറിച്ച് യഹൂദികളുടെ വിശ്വാസം അദ്ദേഹം കള്ളപ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് യഹൂദികളോട് പറഞ്ഞത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മസീഹ് അഥവാ മശീഹ ഞാനാണ് എന്നുള്ളതാണ്. അപ്പോൾ യഹൂദികൾ അദ്ദേഹത്തോട് പറഞ്ഞത് താങ്കൾക്ക് മുമ്പേ ഏലിയാവ് ആകാശത്തിൽ നിന്ന് വരും എന്നും ആ ഏലിയാവ് ആകാശത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് മസീഹ വരികയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തങ്ങൾക്ക് മശീഹ വരുമ്പോൾ അധികാരം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ പക്കൽ അധികാരം എവിടെയാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരാൾ വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് യഹൂദികളാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരാളെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് യഹൂദികളാണ്. പക്ഷേ ഏലിയാവ് വന്നത് ആകാശത്ത് നിന്നല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അതിന് തീരുമാനം കൽപ്പിക്കുകയുണ്ടായി. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളല്ല ഏലിയാവ്, മറിച്ച് ഏലിയാവിന് സദൃശ്യനായി യോഹന്ന അഥവാ യഹ്യ വന്നിരിക്കുന്നു എന്നവരോട് പറയുകയുണ്ടായി. ഇതുപോലെ ആകാശത്ത് നിന്ന് ഒരാളെ ആരാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, ആകാശത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇന്നും ആകാശത്ത് ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ആരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറ്റൊരു മനുഷ്യനുമില്ലാത്ത പ്രത്യേകതകൾ കൽപ്പിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളും മുൻകാലഘട്ടത്ത് വന്ന പ്രവാചകന്മാരെ വിശ്വസിക്കുന്ന ആളുകളാണ്. മോസസിനെയും അബ്രഹാമിനെയും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രവാചകന്മാരെ, ബൈബിളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരെ വിശ്വസിക്കുന്നവരാണ്. മുസ്ലിങ്ങളും അവരെ വിശ്വസിക്കുന്നവരാണ്. ആ പ്രവാചകന്മാരെ എല്ലാവരെയും തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന മനുഷ്യന്മാരായിട്ടാണ്. പക്ഷേ ക്രിസ്തുവിന് മാത്രം അല്ലെങ്കിൽ യേശുവിന് മാത്രം ക്രിസ്ത്യാനികൾ ഒരു പ്രത്യേകത നൽകുന്നു. ഇതുപോലെ യേശുവിന് മാത്രം ഒരു പ്രത്യേകത നൽകുന്നത് ആരാണ്? യേശുവിന് മാത്രം പ്രത്യേകത നൽകുന്നത് അല്ലെങ്കിൽ ഈസാ നബിക്ക് മാത്രം മറ്റൊരു പ്രവാചകന്മാർക്കും ഇല്ലാത്ത പ്രത്യേകത നൽകുന്നത് ആരാണ് എന്ന് ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാര്യം തന്നെ എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിക്കുകയും ഈ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ഈസാ നബി ഇന്നും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരോട് ചോദിക്കുന്നു, മരിച്ചവനാണോ ജീവിച്ചിരിക്കുന്നവനാണോ ശ്രേഷ്ഠത എന്ന്. പിന്നെ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. തായിഫിലെ സംഭവം, ഹിജ്റത്തിൻ്റെ സംഭവം, ബദർ, ഉഹദ്, ഖന്തക്ക് മുതലായ യുദ്ധത്തിലെ അവസരങ്ങൾ, ഈ സമയങ്ങളിലൊന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ സഹിക്കേണ്ടി വരികയാണ് ചെയ്തത്. എന്നാൽ അതേസമയം തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് കുരിശിലേറ്റാൻ വേണ്ടി വന്നപ്പോൾ ഉടനെ തന്നെ എടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രവാചകനും മറ്റൊരു മനുഷ്യനും ഇല്ലാത്തൊരു പ്രത്യേകത അത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് കൽപ്പിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾ നൽകുന്നത് പോലെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൽപ്പിച്ച് നൽകുന്നത് ആരാണ്? ഇങ്ങനെ ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്
ക്രിസ്ത്യാനികൾ നൽകുന്നത് പോലെ ഒരു പ്രത്യേകത, മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുന്നത് ആരാണ് എന്ന് നോക്കുന്നതിലൂടെ ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെയും യഹൂദികളെയും ചാണിന് ചാണും മുഴത്തിന് മുഴവുമായി പിൻപറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് ഒരു തെളിവായിക്കൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ആയത്ത് എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ വചനം എന്ന് പറയുന്നത് ബൽ റഫഅഹുല്ലാഹു ഇലൈഹി എന്നുള്ള ആയത്താണ്. അള്ളാഹു അദ്ദേഹത്തെ അവങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന്. അള്ളാഹു അദ്ദേഹത്തെ അവങ്കിലേക്ക് ഉയർത്തി എന്നതിന് എങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവാവുക? അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തുണ്ട് എന്നതിന് എങ്ങനെയാണ് തെളിവാവുക? അള്ളാഹു അദ്ദേഹത്തെ അവങ്കിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സാമീപ്യം നൽകി എന്നുള്ളതാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ നമസ്കാരത്തിൽ ദുആ ചെയ്യാറുണ്ട്, വർഫഅനി, എന്നെ ഉയർത്തേണമേ. എന്നെ ഉയർത്തേണമേ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ സ്ഥൂല ശരീരത്തോടു കൂടി എന്നെ ജഡികമായ നിലയിൽ ആകാശത്തേക്ക് ഉയർത്തണം എന്നുള്ളതാണോ? അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തുക എന്നുള്ളതാണോ ആ ദുആയുടെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹിയുടെ സഹാബാക്കളും പിന്നീട് വന്ന ഔലിയാക്കളും അതുപോലെ സ്വാലിഹീങ്ങളും മുത്തക്കീങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇന്നുള്ള ആളുകൾ വരെ, ഈ പറയുന്ന ആൾ വരെ ഇത് ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരുടെയെങ്കിലും ദുആ അങ്ങനെ സ്വീകരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വാഭാവികമായും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വർഫഅനി, എന്നെ ഉയർത്തണമേ, എന്നെ ആത്മീയമായ നിലയിൽ ഉയർത്തണമേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അർത്ഥം മാത്രമേ അതിന് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഹസ്രത്ത് ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വറഫഅനാഹു മക്കാനൻ അലിയ, അദ്ദേഹത്തെ നാം ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തേക്ക് ഉയർത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏതെങ്കിലും മലമുകളിലോ അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശത്ത് കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണോ? അദ്ദേഹത്തെ ആത്മീയമായ നിലയിൽ ഉയർത്തി എന്നുള്ളതാണ്. ഇതുപോലെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഒരു മനുഷ്യൻ, ഒരു ദാസൻ, അള്ളാഹുവിൻ്റെ ഒരു ദാസൻ വിനയം കൈക്കൊള്ളുകയാണെങ്കിൽ റഫഅഹുല്ലാഹു ഇലസ്സമാഇ സാബി, അള്ളാഹു അദ്ദേഹത്തെ ഏഴാനാകാശത്തേക്ക് ഉയർത്തുന്നതാണ് എന്ന്. ലോകത്ത് എത്രയോ ആളുകൾ വിനയം കൈക്കൊണ്ടിട്ടുണ്ട്, അവരെയൊക്കെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ റഫ എന്നുള്ള പദം അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആത്മീയമായ നിലയിൽ ഉയർത്തുക എന്നല്ലാതെ മറ്റൊരർത്ഥം ലഭ്യമേ അല്ല, അല്ലെങ്കിൽ മറ്റൊരർത്ഥം സാധ്യമേ അല്ല. ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാറുമില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് കാണിക്കേണ്ടത് ഈ പറയുന്ന ആളുകളുടെ അർത്ഥമാണ്. പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വചനം ഇറങ്ങിയ സന്ദർഭം എന്താണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ വഖൗലിഹിം ഇന്നാ ഖത്തൽന മസീഹ ഈസ ഇബ്നു മറിയം എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് ഇറങ്ങിയ സന്ദർഭം എന്താണ്? യഹൂദികളുടെ ആക്ഷേപത്തിന് മറുപടി ആയിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ വചനം അവതരിക്കുന്നത്. യഹൂദികൾ എന്തുകൊണ്ട് ശബ്ദരായി എന്നാണ് അതിൽ പറയുന്നത്. ഒന്ന്, മറിയമിനെ കുറിച്ച് അവർ അപവാദം പറഞ്ഞതുകൊണ്ടും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന് അവർ വാദിച്ചത് കൊണ്ടുമാണ്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ വധിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസമനുസരിച്ച്, ജൂതന്മാരുടെ വിശ്വാസമനുസരിച്ച്, യഹൂദികളുടെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നഊദു ബില്ലാഹ് കള്ളപ്രവാചകനാണ്. അപ്പോൾ തങ്ങളുടെ മതഗ്രന്ഥത്തിൽ കള്ളപ്രവാചകൻ കൊല്ലപ്പെടുമെന്നും മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നും കുരിശുമരണം ലഭിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അദ്ദേഹം നഊദു ബില്ലാഹ് കള്ളപ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വധിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യഹൂദികൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശപ്തനാണ്, അദ്ദേഹത്തിന് ദൈവസാമീപ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആത്മീയമായ നിലയിൽ അദ്ദേഹം ഉയർന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുകയാണ് യഹൂദികൾ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ അവരുടെ ഈ വാദത്തെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയമായ നിലയിൽ അദ്ദേഹത്തിന് ഉയർച്ച ലഭിച്ചിട്ടില്ല, ആത്മീയമായ നിലയിൽ അദ്ദേഹം ഉയർന്നിട്ടില്ല, അള്ളാഹുവിൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. യഹൂദികൾക്ക് ആർക്കും തന്നെ അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തി എന്നിട്ടുള്ള ആ കാര്യത്തിൽ തർക്കം ഇല്ല, അങ്ങനെ അവർ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അവരുടെ തർക്കം എന്ന് പറയുന്നത് ഈ കാര്യമാണ്, അതായത് അദ്ദേഹത്തിന് ആത്മീയമായ നിലയിൽ അദ്ദേഹത്തിന് ഉയർച്ച ലഭിച്ചിട്ടില്ല, ദൈവസാമീപ്യം, അള്ളാഹുവിൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനെ വിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയേണ്ടത് അല്ല, അങ്ങനെയല്ല, അദ്ദേഹത്തിന് ആത്മീയമായ നിലയിൽ ഉയർച്ച ലഭിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ദൈവസാമീപ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന കുരിശിൽ തറച്ച് കൊന്നിരിക്കുന്നു എന്ന് പറയുന്ന വാദം, നിങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാദം, ഇത് തെറ്റാണ്.
അങ്ങനെ അദ്ദേഹം ശബ്ദനായിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് സാമീപ്യം നൽകിയിരിക്കുന്നു. ബൽ റഫഉല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ ആത്മീയമായ നിലയിൽ തന്നിലേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായ നിലയിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നേരത്തെ യഹൂദികളുടെ വിശ്വാസത്തെക്കുറിച്ച്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ശാപമരണം ലഭിച്ചിരിക്കുന്നു എന്നാണ് നഊദുബില്ലാ യഹൂദികൾ പറയുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്നത് അദ്ദേഹം കുരിശിൽ മരിച്ചുകൊണ്ട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരണപ്പെട്ടു എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, യേശു കുരിശിൽ മരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന്. അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണമാണ്. എന്നാൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏതുപോലെ മറ്റു പ്രവാചകന്മാർക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തായിഫിൽ പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. ഉഹദ് യുദ്ധത്തിൽ, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ, അതുപോലെ മറ്റു പല യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികൾ പലതവണ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഹിജ്റത്തിൻ്റെ സംഭവം നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടൽ പിളർത്തി അള്ളാഹു രക്ഷപ്പെടുത്തിയ സംഭവം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട സംഭവം അറിയാം. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും തൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതായി വരികയും അദ്ദേഹം കുരിശിൽ മരിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന ഈസബിനു മറിയമ്മ ആശവ ഇശ്രീനമെ അത്തസന, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 120 വയസ്സ് വരെ ജീവിച്ച് അദ്ദേഹം സ്വാഭാവികമായ നിലയിൽ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായ നിലയിൽ മരണപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അത് ഒരിക്കലും തന്നെ ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസത്തിന് അനുകൂലിക്കുന്നതോ അതിനോട് താദാത്മ്യം പുലർത്തുന്നതോ അല്ല എന്ന് മാത്രമല്ല, അത് ആ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിന് തന്നെ, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ തന്നെ പൂർണ്ണമായും തകർത്ത് കളയുന്ന ഒന്നാണ് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആനിലോ തിരു ഹദീസുകളിലോ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്തിലോ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളാണ്. 100 വർഷമായി അഹ്മദിയ മുസ്ലിം ജമാഅത്ത് മുസ്ലിം പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ വെല്ലുവിളി, അവർക്ക് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഈ വെല്ലുവിളി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ യുവതലമുറ തീർച്ചയായിട്ടും അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുകയാണ് എങ്കിൽ പിന്നീട് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവതീർണരായ പ്രവാചകൻ ഹസ്രത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയിരിക്കുന്നുവെന്നും അദ്ദേഹം ഈ ലോകത്തേക്ക് ഇനി തിരിച്ചു വരികയില്ല എന്നും, മറിച്ച് ഇന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നവർ യഹൂദികളെ ചാണിന് ചാണും മുഴത്തിനു മുഴവുമായി പിൻപറ്റിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് എങ്ങനെയാണോ യഹൂദികൾ ആകാശത്ത് നിന്ന് ഇല്യാസിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്, ഇതുപോലെ ആകാശത്തേക്ക് കണ്ണും നട്ടുകൊണ്ട് യഹൂദികളെപ്പോലെ ഈസായെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പ്രതീക്ഷ ഒരിക്കലും പൂവണികയില്ല. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിരിക്കുന്നു എന്നും മരിച്ചു പോയിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. മറിച്ച് ജീവനുള്ള ഒരു പ്രവാചകനുണ്ടെങ്കിൽ, എന്നെന്നും നിലനിൽക്കുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ, എന്നെന്നും സജീവതയോടുകൂടി നിൽക്കുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മാത്രമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു ജീവനോടെ വെച്ചിട്ടില്ല എങ്കിൽ മറ്റൊരു പ്രവാചകനെയും അള്ളാഹു ജീവനോടെ വെക്കുകയോ മറ്റൊരു പ്രവാചകനും തന്നെ അള്ളാഹു മനുഷ്യ ആയുസ്സിന് വിരുദ്ധമായി അസാധാരണമായ നിലയിൽ ആയുസ് നൽകുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതക്കും മഹത്വത്തിനും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്.
അങ്ങനെ ആർക്കെങ്കിലും ജീവിച്ചിരിക്കാൻ യോഗ്യതയുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ്റെ രീതി അനുസരിച്ച്, പ്രകൃതി നിയമമനുസരിച്ച് മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മരണപ്പെട്ടിരിക്കുന്നു. വരാനുള്ള മസീഹ് സദൃശ്യനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്നതിന് പകരം എന്താണ് ഓരോ കാര്യത്തിൻ്റെയും യാഥാർത്ഥ്യമെന്ന് അന്വേഷിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.